ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, എന്തുവ്യശോഭയാണെന്നുള്ളം തെളിയും. ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, എന്തുവ്യശോഭയാലെന്നുള്ളം തെളിയും. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥാ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥാ. ദിവ്യകാരുണ്യനാഥാ, ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, എന്തുവ്യശോഭയാലെന്നുള്ളം തെളിയും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദീപികാരണീശ്വര ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുക എല്ലാവരെയും സ്നേഹിക്കുന്ന ഈശോയെക്കുറിച്ചാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈശോ പാപിയുടെ പ്രാർത്ഥനയാണോ വിശുദ്ധന്റെ പ്രാർത്ഥനയാണോ കേൾക്കുക? ഈശോ പാപിയുടെ പ്രാർത്ഥനയാണോ വിശുദ്ധന്റെ പ്രാർത്ഥനയാണോ കേൾക്കുക? നിങ്ങൾ എന്തുത്തരം പറയും? എന്തായിരിക്കും ശരിയായ ഉത്തരം? എനിക്ക് തോന്നുക രണ്ടുപേരുടെയും പ്രാർത്ഥന ഈശോ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ശരിയായ ഉത്തരം. മുഖനോട്ടമില്ലാത്തവനാണ് അവിടുന്ന്. തന്റെ പക്കൽ ആശ്രയം തേടി വരുന്ന പാപികളെയും തന്റെ കരം പിടിച്ച് നിലനിൽപ്പിന്റെ സഹായം തേടുന്ന വിശുദ്ധരെയും ഒരുപോലെ അവിടത്തേക്ക് ആവശ്യമാണ്. മനുഷ്യരുടെ ബലഹീനതകളും കുറവുകളും അവിടത്തേക്ക് അറിയാം. ആ കുറവുകളിൽ പരിതപിക്കുന്നവനല്ല ഈശോ, മറിച്ച് ആശ്രയം തേടുന്നവരെ കൈപിടിച്ച് ഉയർത്തുന്നവനാണ് ഈശോ. അപ്പോൾ ദൈവികാന ഈശോയെ അവിടുത്തെ സ്നേഹം അനിർവചനീയമാണല്ലോ. സുവിശേഷത്തിൽ തന്നെ ഒറ്റിക്കൊടുത്തവനെ സ്നേഹിച്ച ഈശോയുടെ പ്രവൃത്തി എഴുതി വച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 18-ാം തിരുവചനം. നിങ്ങളെല്ലാവരെയും കുറിച്ചല്ല ഞാനിത് പറയുന്നത്. ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. എന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാലുയർത്തി എന്ന തിരുവെഴുത്തെ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. ഈശോയ്ക്ക് വ്യക്തമായി അറിയാമായിരുന്നു താൻ 3 വർഷം തെരഞ്ഞെടുത്ത് കൂടെ കൊണ്ടു നടന്ന യൂദാസ് തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്. പക്ഷേ അവിടുന്ന് അതൊന്നും ഗവനിക്കാതെ, അതൊന്നും പരിഗണിക്കാതെ കൂടെ കൊണ്ടു നടന്നു. മറ്റപ്പസ്തലന്മാരോടൊന്നും അവൻ പറഞ്ഞില്ല യൂദാസ് എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്. ഈശോയുടെ സ്നേഹമൊന്ന് ധ്യാനിച്ച്, പാപികളുടെ ഈശോയുടെ കരുണയൊന്ന് ധ്യാനിച്ച്, തെരഞ്ഞെടുത്ത 12 അപ്പസ്തലന്മാരെ ഈശോയ്ക്ക് അറിയാം. ഞാൻ തെരഞ്ഞെടുത്തവരെ എനിക്കറിയാം, ഞാൻ തെരഞ്ഞെടുത്തവരെ എനിക്കറിയാം. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന നമ്മുടെ എല്ലാവരെയും അവിടത്തേക്ക് അറിയാം. നമ്മുടെ ചെയ്തികളെല്ലാം അവന്റെ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നന്മകളും തിന്മകളും അവൻ വിവേചിച്ചറിയാം. പക്ഷെ അവൻ ജീവിച്ചിരിക്കുമ്പോൾ നമ്മെ ശിക്ഷിക്കില്ല. ഞാൻ തിരഞ്ഞെടുത്തവരെ അവനറിയാം. യൂദാസിനെയും അറിയാം, പത്രോസിനെയും അറിയാം, യോഹന്നാനെയും അറിയാം, മത്തായിസ്ലീഹായെയും അറിയാം, തോമസ്ലീഹായെയും അറിയാം, എല്ലാവരെയും അറിയാം. എന്നെയും അറിയാം, നിങ്ങളെയും അറിയാം. അങ്ങനെയെങ്കിൽ അവൻ കൂടത്തിക്കൊണ്ടു നടക്കും. നമ്മൾ പാപികളാണെങ്കിലും അവൻ തള്ളി മാറ്റുകയില്ല. നമ്മൾ തെറ്റ് ചെയ്താലും അവൻ
ഒരിക്കലും നമ്മോട് പറയുകയില്ല, നിന്നെ കൊള്ളില്ല, നിന്നെ വേണ്ട, നീ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നൊന്നും. അതവന്റെ അപാരമായ അനന്തമായ സ്നേഹം. ആ സ്നേഹം നമ്മൾ ധ്യാനിക്കണം. ഈ യൂദാസിന്റെ ഈ പ്രവൃത്തിയെക്കുറിച്ച് പഴയ നിയമത്തിലും പ്രവചനമുണ്ടായിരുന്നു. അതിന്റെ പൂർത്തീകരണമായിരുന്നു നമ്മളിപ്പോൾ വായിച്ച തിരുവചനം. സങ്കീർത്തനം 41 അധ്യായം 9 തിരുവചനം ഇപ്രകാരം പറയുന്നു: ഞാൻ വിശ്വസിച്ചവനും എന്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതുകാല് ഉയർത്തിയിരിക്കുന്നു. സങ്കീർത്തനം 41:9. യൂദാസിനെ തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് തന്നെ യൂദാസിന് ഈ ചെയ്തിയെ വചനത്തിലൂടെ നമുക്ക് അവിടുന്ന് പകർന്നു തരികയാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെയും ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം. നമ്മൾ ഒത്തിരി സ്നേഹിച്ചവർ, നമ്മൾ ഒത്തിരി സഹായം കൊടുത്തവർ, നമ്മൾ ഒത്തിരി പരിഗണന കൊടുത്തവർ ഒക്കെ നമ്മളെ വേദനിപ്പിച്ചു കുതികാൽ ഉയർത്തിയെന്ന് വരാം. നമുക്കറിയാം, ജീവകാരുണ്യം ചെയ്യുമ്പോൾ പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്താൽ പിന്നെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പാവപ്പെട്ടവരെ ഉപകാരം ചെയ്യുമ്പോൾ അവിടെ നിന്നും ഒന്നും തിരിച്ചു കിട്ടില്ല. ഞങ്ങളെ മോർത്തിയോളി പഠിപ്പിച്ച പ്രൊഫസറെ ഒരിക്കലൊരു സംഭവം പറയുകയുണ്ടായി. അമേരിക്കയിൽ നിന്നും പാവപ്പെട്ടവർക്ക് വേണ്ടി കുറെ പണം കൊണ്ടുവന്ന് ഇടവകയിൽ വിതരണം ചെയ്തു. 5-6 കുടുംബങ്ങൾക്ക് നല്ല തുക വെച്ച് നൽകി. 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇവർ പറഞ്ഞു വരുത്തി, അച്ഛന് കിട്ടിയതിന്റെ പകുതിയെ ഞങ്ങളുടെ തന്നിട്ടുള്ളൂ, ബാക്കി അച്ഛനെടുത്തു. ഇത് കേൾക്കുന്ന അച്ഛൻ പിന്നെ ഒരു ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യുമോ? മോർത്തിയെ പഠിപ്പിച്ച ഈ പ്രൊഫസർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിൽ ഇതുതന്നെയായിരിക്കും കിട്ടാൻ പോകുന്ന പ്രതിഫലം. പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ദരിദ്രരായവർക്ക് സഹായം ചെയ്യുമ്പോൾ ഒരുപക്ഷെ തിരിച്ചടികൾ, വെല്ലുവിളികൾ അല്ലെങ്കിൽ എതിരഭിപ്രായമൊക്കെ ഉണ്ടായെന്ന് വരും. അത് കേട്ട് നിരാശപ്പെട്ട് പാട്ടുപെട്ടി നിർത്തിയേക്കരുത്. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. കുതികാൽ ഉയർത്തും. സ്നേഹിക്കുന്നവർ തന്നെ, ഉപകാരം ചെയ്തവർ തന്നെ തിരിച്ചടിക്കും. പക്ഷെ തമ്പുരാനെ പ്രതി, തമ്പുരാനുള്ള സ്നേഹത്തെ പ്രതി, പ്രതിഫലം ആഗ്രഹിക്കാത്ത സ്നേഹത്തെ പ്രതി നമ്മൾ അവരെയും സ്നേഹിക്കണം. നമുക്കെതിരെ പറയുന്നവരെ, ഇല്ലാവചനം പറയുന്നവരെ. കർത്താവ് മാതൃക തന്നില്ലേ? യൂദാസിനെ കൂടെ കൊണ്ടു നടന്ന്, യൂദാസിനെ മാറ്റി നിർത്താതെ, യൂദാസിനെ മറ്റ് അപ്പസ്തലന്മാരെ പോലെ തന്നെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഇത് പ്രാവർത്തികമാക്കി വിശുദ്ധിയിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് ഇടയാകണം. സഭയുടെ തലവനായ പത്രോസിന് തന്നെ ജീവിതം മുൻനിർത്തി യോഹന്നാന്റെ സുവിശേഷം 18 അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ. ശിമയോൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, നീയും അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അല്ല എന്ന് അവൻ തള്ളിപ്പറഞ്ഞു. പ്രധാന പുരോഹിതന്റെ വൃത്തിൽ ഒരുവനും പത്രോസ് ചെവി ഛേദിച്ചവന്റെ ചാർച്ചക്കാരനുമായ ഒരുവൻ അവനോട് ചോദിച്ചു, ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടതല്ലേ? പത്രോസ് വീണ്ടും തള്ളിപ്പറഞ്ഞു. ഉടനെ കോഴി കൂവി. ഈശോയ്ക്കറിയാമായിരുന്നു താൻ തിരഞ്ഞെടുത്ത് സഭയുടെ തലവനാക്കിയ ഈ പത്രോസെ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്, തന്നെ ഉപേക്ഷിച്ച് പറയുമെന്ന്, തന്നെ ഇട്ടിട്ടു പോകുമെന്ന്, തന്നെ അറിയത്തില്ല എന്ന് പറയുമെന്ന്. നമുക്കറിയാമല്ലോ, യൂദാസും പത്രോസും ചെയ്തത് വ്യത്യാസമൊന്നുമില്ല. 2 വിവിധ ഭാഗങ്ങൾ, വിവിധ വശങ്ങൾ അത്രമാത്രം. പക്ഷെ അതിലെ പത്രോസ് അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് വന്നു, യൂദാസ് അനുതപിച്ചില്ല. ഇതാണ് വ്യത്യാസം. പത്രോസ് 3 പ്രാവശ്യം നിഷേധിച്ച് പറഞ്ഞപ്പോൾ കോഴി കൂവി. അപ്പോൾ ഈശോ അവനെ നോക്കി. വചനം പറയുക, അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 22 അധ്യായം 62 തിരുവചനം. അവൻ പുറത്തുപോയി
മനം നൊന്ത് കരഞ്ഞു. ഈ ഒരു കരച്ചിൽ യൂദാസും നടത്തിയിരുന്നെങ്കിൽ തീർച്ചയായും യൂദാസും പത്രോസിനെ പോലെ സ്വീകാര്യനായി തീർന്നേനായിരുന്നു. അപ്പോൾ ഈശോ തന്നെ ഒറ്റിക്കൊടുത്തവനെയും തന്നെ നിഷേധിച്ചു പറയുന്നവനെയും സ്നേഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ മറക്കരുത് ഈശോ നമുക്ക് ഇതിനൊക്കെ മാതൃക കാണിച്ചു തന്നിട്ടുണ്ടെന്ന്. ഈശോയുടെ മാതൃക നമുക്ക് അനുഭവേദ്യമാകണം. ഈശോയുടെ മാതൃക നമ്മളെ ശരിയായ മാതൃക നൽകി ജീവിക്കുവാൻ പ്രാപ്തരാക്കണം. ഈശോ നമുക്ക് കാണിച്ചിരുന്ന മറ്റൊരു മാതൃകയുണ്ട്. ഈശോയുടെ പീഡാസഹനത്തിന്റെ സമയത്ത് പ്രധാന പുരോഹിതന്റെ സേവകന് പത്രോസ് വാളൂരി വെട്ടുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 10-ാം തിരുവചനം. ശിമിയോൻ പത്രോസ് വാളൂരി പ്രധാന പുരോഹിതന്റെ ഭൃത്തിനെ വെട്ടി അവന്റെ വലതു ചെവി ഛേദിച്ചു കളഞ്ഞു. ആ ഭൃത്തിന്റെ പേര് മൽക്കൂസ് എന്നായിരുന്നു. എന്തുകൊണ്ടാണ് പത്രോസ് അങ്ങനെ ചെയ്തത്? ഈശോയുടെ സ്നേഹം കൊണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈശോനെ സമ്മതിച്ചില്ല. ഈശോ പത്രോസിനോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 11-ാം തിരുവചനം, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? ഈശോനെ പറയുന്നുണ്ട്, വാളെടുത്തവൻ വാളാൽ തന്നെ. ഇത് പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ കാണുന്ന ഒരു സത്യമല്ലേ? വാളെടുത്തവൻ വാളാൽ തന്നെ. ഇസ്രായേൽക്കാരുടെ ആദ്യത്തെ രാജാവായ സാവൂൾ ഒത്തിരി യുദ്ധം ചെയ്തു ഇസ്രായേൽക്കാർക്ക് വേണ്ടി, ആ രാജ്യത്തിന് വേണ്ടി. പക്ഷെ അവസാനം അവൻ മരിച്ചതോ സ്വന്തം വാളിൽ വീണാണ് അവൻ മരിച്ചത്. അതുകൊണ്ട് ഈശോ സ്നേഹത്തിന്റെ മാതൃക നൽകുകയാണ്. പത്രോസ് ഈ പ്രവൃത്തിയിലും ഈശോ സ്നേഹത്തോടെ മാൽക്കൂസിനെ ചെവി തൊട്ട് പഴയപടിയാക്കുന്നു. അറ്റുപോയ ചെവി കൂട്ടി പിടിപ്പിച്ച് അവന്റെ നാമത്തിൽ ഈശോയുടെ വചനത്തിന്റെ ശക്തിയാൽ സുഖം കൊടുത്ത് പത്രോസിന് മുമ്പിൽ മാതൃക കാണിക്കുകയാണ്. പത്രോസിനോട് പറഞ്ഞു, വാളതിന്റെ ഉറയിലിടുക, വാളെടുക്കുന്നതിന് വാളാൽ നശിക്കും. സ്നേഹത്തിന്റെ പ്രമാണം തന്ന ഈശോയാണ് ഇങ്ങനെയൊക്കെ തന്റെ അപ്പസ്തോലന്മാർക്ക് മാതൃകയായി മുമ്പിൽ നിൽക്കുക. പലപ്പോഴും ജീവിതത്തിൽ നമുക്കെതിരെ പ്രവർത്തിച്ചവരോട് ക്ഷമിക്കുവാൻ നമുക്ക് പറ്റാതെ വരുമ്പോൾ ഈശോ കാണിച്ച ഈ വലിയ മാതൃകകൾ നമ്മൾ ധ്യാനവിഷയമാക്കണ്ടേ? എന്താണ് അവന്റെ മാതൃക? ശത്രുക്കളെ സ്നേഹിച്ച്, ശത്രുക്കളെ കൂടെ കൊണ്ടു നടന്ന്, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ശത്രുക്കളെ അനുഗ്രഹിക്കുന്ന ദൈവം. ചിലപ്പോഴെങ്കിലും ചിലർ വന്ന് ശത്രുത ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ പറ്റുന്നില്ല അച്ഛ എന്ന് പറയാറുണ്ട്. എന്തായിരിക്കും കാരണം? ശത്രുവിനോട് ക്ഷമിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കാർക്കും മാനുഷികമായ നമ്മുടെ കഴിവ് വെച്ച് ഒരു ശത്രുവിനോട് ക്ഷമിക്കാനാവില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇതിന് സഹായിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിതിനെ ശക്തിപ്പെടുത്തണം. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, മക്കളെ, നമ്മുടെ കഴിവിൽ ആശ്രയിച്ചത് ഒരിക്കലും സംഭവിക്കില്ല. നമ്മളോട് വിരോധം, പിണക്കം, ശത്രുത ഒക്കെ വെച്ചവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ നമ്മുടെ പ്രവർത്തനമല്ല, പരിശുദ്ധാത്മാവിന്റെ കൃപയാണ് നമുക്ക് ആവശ്യം. പരിശുദ്ധാത്മാവ് അങ്ങോട്ട് പ്രാർത്ഥിച്ചേ, ഈ ശത്രുവിനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ വരം തരണമെന്ന്. പരിശുദ്ധാത്മാവിന്റെ നിറവിനായി ദാഹിച്ചേ. പരിശുദ്ധാത്മാവ് വരം തന്നാൽ, പരിശുദ്ധാത്മാവ് കൃപ വർഷിച്ചാൽ പിന്നെ നമുക്ക്
ശത്രുവിനെ സ്നേഹിക്കാൻ എളുപ്പമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഈശോ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ദുഷ്ടന്മാരുടെ മേലും ശിഷ്ടന്മാരുടെ മേലും ഞാൻ സൂര്യനെ ഉദിപ്പിക്കുന്നു, എല്ലാ മനുഷ്യരുടെ മേൽ വകതിരിവില്ല, വ്യത്യാസമില്ലാതെ മഴ പെയ്യിക്കുന്നു. അങ്ങനെയുള്ള ഈശോയുടെ സ്നേഹമാണ് നമ്മൾ ഈ സമയം അനുഭവിക്കുക. ഈശോ ദൈവം, ലോകരക്ഷകൻ, പാപികളെയും വിശുദ്ധനെയും ഒരുപോലെ കാണുന്ന ദൈവം. ആ ദൈവത്തോടെ ഈ ആരാധനയെ സംബന്ധിക്കുന്ന നമുക്ക് നമ്മളെയും ആ പാതയിൽ വളർത്തണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഓ ദൈവികാന ഈശോയെ, അങ്ങ് കാണിച്ചു തന്ന സ്നേഹത്തിന്റെ മാതൃക പ്രാവർത്തികമാക്കുവാൻ, അങ്ങയുടെ എല്ലാവരെയും സ്നേഹിക്കുന്ന സ്നേഹം ഞങ്ങൾ രൂപപ്പെട്ടു വരുവാൻ, തുറന്നു നടക്കുവാൻ പോകുന്ന ആരാധന ഞങ്ങൾക്ക് സഹായമായി തീരട്ടെ. ഈ ദീപികാരന്റെ ആരാധനയിൽ ദീപികാരനുമായ ഈശോ തന്റെ പരിശുദ്ധാത്മാവിനെ വർഷിച്ച് നമുക്ക് ആവശ്യമായതെല്ലാം അവന്റെ നാമത്തിന്റെ ശക്തിയാൽ, അവന്റെ വചനത്തിന്റെ ശക്തിയാൽ, അവന്റെ സ്ഥാനത്തിന്റെ ശക്തിയാൽ പ്രദാനം ചെയ്യട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്തമായി ഇന്നിയൽ താരയിൽ വന്നുവാഴും സ്വർഗ്ഗരാജനീശു. അന്തമായി ഇന്നിയൽ താരയിൽ വന്നുവാഴും സ്വർഗ്ഗരാജനീശു. ധന്യമാമീ വേളയിൽ പുണ്യമായി നീ ഞങ്ങൾ അസ്തമായി ഇന്നിയൽ താരയിൽ വന്നുവാഴും സ്വർഗ്ഗരാജനീശു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവികാന ഈശോയെ, ആരും നോക്കാതെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന അങ്ങയുടെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ? എല്ലാം തരുവാൻ കഴിവുള്ളവന് മുമ്പിലാണ് ഞങ്ങൾ. എല്ലാവരെയും അവരവരായിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കാൻ കഴിവുള്ള തമ്പുരാന്റെ സന്നിധിയിലാണ് ഞങ്ങൾ. ആരെയും മാറ്റി നിർത്താതെ സ്നേഹിക്കുവാൻ ഓ ദൈവികാന ഈശോയെ, അങ്ങേക്ക് മാത്രമല്ലേ സാധിക്കൂ? മനുഷ്യനായി ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങളെ ദ്രോഹിക്കുന്നവരോട് ഞങ്ങൾക്ക് പിണക്കമുണ്ട്. ഞങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നവരോട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു വരുത്തുന്നവരെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരിക്കലും അവരെ ഉൾക്കൊള്ളുവാനാവില്ല. പക്ഷേ ഈശോ അങ്ങനെയല്ലല്ലോ. അങ്ങ് മാതൃക കാണിച്ചു തന്നില്ലേ ഞങ്ങൾക്ക്? ഒറ്റിക്കൊടുക്കുമെന്നറിയാമായിരുന്നിട്ടും യൂദാസിനെ അങ്ങയുടെ മരണം വരെ കൊണ്ടുവന്നില്ലേ കൂട്ടത്തിൽ? അങ്ങ് വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. അങ്ങ് തെരഞ്ഞെടുത്തവരെ അങ്ങേക്ക് അറിയാമെന്ന്. അപ്പോൾ അങ്ങേക്ക് യൂദാസിനെയും പത്രോസിനെയും തോമായെയും ഒക്കെ അറിയാം. എങ്കിലും അങ്ങ് യൂദാസിനെ മാറ്റി നിർത്തിയില്ല. അതങ്ങയുടെ സ്നേഹം. ആ സ്നേഹം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവികാരന്റെ ആരാധനയിൽ പത്രോസിനെ അങ്ങ് പ്രത്യേകമായി തെരഞ്ഞെടുത്ത് സഭയുടെ തലവനാക്കിയെങ്കിലും ആ പത്രോസും അങ്ങേ 3 പ്രാവശ്യം നിഷേധിച്ചു പറഞ്ഞു. അങ്ങേ അറിയില്ല എന്ന് പറഞ്ഞു. എങ്കിലും അങ്ങ് പത്രോസിനെ നോക്കിയപ്പോൾ ആ മകൻ ഹൃദയം നൊന്ത് കരഞ്ഞു. അത് മാനസാന്തരത്തിന്റെ ഫലമായി, അത് അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളായി. ഇനി ആരാധനയെ സംബന്ധിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതുജീവിതം, ശത്രുക്കളോട് ക്ഷമിക്കുന്ന, അനുഗ്രഹങ്ങൾ വാങ്ങി സ്വന്തമാക്കുന്ന ഒരു പുതുജീവിതം പ്രദാനം ചെയ്യണമേ. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിലുള്ള ഞങ്ങളുടെ സന്തോഷത്തിന്റെ അടിസ്ഥാന കാര്യം. ഓ ദൈവികാന ഈശോയെ,
ഏതവസ്ഥയിലും അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു, സ്വന്തമായി സ്നേഹിക്കുന്നു, അങ്ങയുടെ മകനും മകളുമായി നിലനിർത്തുന്നു. അനുദപിച്ചു വരുന്ന പാപിയെ അങ്ങ് മാറോടണയ്ക്കുന്നു. അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ അവർക്ക് ഇടയാകുന്നു. ഞങ്ങൾ ഈ ആരാധനയെ സംബന്ധിക്കുന്ന മക്കളെല്ലാവരും അങ്ങയുടെ സ്നേഹം ഈ ആരാധനയെ തന്നെ ആവോളം അനുഭവിക്കട്ടെ. ഒരിക്കൽ ഞങ്ങൾ ധൂർത്തപുത്രന്മാരായിരുന്നു, ഒരിക്കൽ ഞങ്ങൾ പാപികളായിരുന്നു, ഒരിക്കൽ ഞങ്ങൾ തെറ്റിലകപ്പെട്ടവരായിരുന്നു. എന്നാൽ ഇന്ന് അവിടുത്തെ കാരുണ്യം ഞങ്ങളെ പൊതിയുന്നു. ഓ ദിവികാരണമേ, അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളായ ഈ ദിവികാരണ ആശീർവാദത്തിന്റെ സമയത്ത് അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ വാരിപ്പണരണമേ. അങ്ങയുടെ തിരുവിലാവിനൊഴുകിയ തിരുരക്തം എല്ലാ മക്കളെയും കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ സന്തോഷത്താൽ നിറയ്ക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മാതാവായ തിരുസഭയെ സംരക്ഷിക്കണമെന്നും വിവിധ രാജ്യങ്ങളിൽ മർദ്ദനമനുഭവിക്കുന്ന സഹോദരരെ ആശ്വസിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭയുടെ ദിവനായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷനായ യോസേഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അവിടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നാടിനെയും നഗരത്തെയും ഞങ്ങളുടെ അതിരൂപതയെയും ഇടവകയെയും ഇതിലെല്ലാ സ്ഥാപനങ്ങളെയും കുടുംബങ്ങളെയും പ്രത്യേകിച്ച് വിവിധ നിയോഗങ്ങളും ആഗ്രഹങ്ങളുമായി ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശുദ്ധരായ വൈദികരെയും ശേഷതയുള്ള സന്യാസിനെയും സന്യാസികളെയും ചൈതന്യം നിറഞ്ഞ ആത്മായ പ്രേക്ഷിതരെയും തിരുസഭയ്ക്ക് പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികൾക്ക് സുഖവും ആസന്നമന്നർക്ക് സമാധാനവും ശുദ്ധിനസ്ഥിതിലെ ആത്മാക്കൾക്ക് മോചനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുടുംബങ്ങളിൽ സമാധാനം പുലർത്തണമെന്നും യുവതീവാക്കന്മാരെ വിശുദ്ധരായി പരിപാലിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കാം. ലോകാവസാനം വരെ മനുഷ്യരുടെ ജീവിക്കുവാൻ വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ച പരമകാർണികനായ കർത്താവേ, ഈ ബലിപീഠത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും അവയ്ക്ക് പരിഹാരം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കുർബാന എഴുന്നള്ളിയിരിക്കുന്ന യേശോ, കാരുണ്യപൂർവ്വം ഞങ്ങളെ ആശീർവദിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മത്തിനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമഹം നീ നിത്യമഹോന്നതമഹം നീ മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മത്തിനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമഹം നീ നിത്യമഹോന്നതമഹം നീ. പരിശുദ്ധ ശരീരത്താലും
വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാനുവേ കടാക്ഷം തൂഗണമേ വത്സല സുതരനീ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്വർഗീയ പാതയമായ നഗരായി തിരുവോക്തിയായി വന്നു നീ. സ്വർഗീയ പാതയമായ നഗരായി തിരുവോക്തിയായി വന്നു നീ. നിരന്തരമെന്റെ ഹൃദയത്തിലുള്ള